ദിവസവും അതിവേഗം വളരുന്ന ഒരു രാജ്യമാണ് ചൈന. ലോകത്തെ അമ്പരിപ്പിക്കുന്ന നിരവധി മെഗാ പ്രോജക്റ്റുകൾ അവർ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയിലുള്ള രാജ്യങ്ങൾക്ക് അവരുടെ വൻപൻ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ വരുമ്പോഴും ചൈന അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. സിയോഗൻ ന്യൂ ഏരിയ ചൈനയുടെ പുതിയ സ്മാർട്ട് സിറ്റി. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ നിലവിലുള്ള നഗരങ്ങളെ സ്മാർട്ട് സിറ്റികളാക്കാൻ മാറ്റുമ്പോൾ ചൈന 8 ലക്ഷം കോടി രൂപ ചെലവുള്ള ഒരു പുതിയ സ്മാർട്ട് സിറ്റി നിർമ്മിക്കുകയാണ്. സിയോഗാൻ ന്യൂ ഏരിയ എന്നാണ് ആ നഗരത്തിന്റെ പേര്. ചൈനയിലെ ഹായ് പ്രദേശത്തിലെ ഒന്നാണ് നിർമ്മിക്കുന്നത്. തലസ്ഥാനമായ ബെയ്ജിങ്ങിന്റെ ഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് രണ്ടാം തലസ്ഥാനമായ ഈ നഗരം വികസിപ്പിക്കുന്നത്. 2000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ആസൂത്രണം ചെയ്യുന്ന ഈ നഗരം പൂർണ്ണമായും സാങ്കേതിക വിദ്യകളാൽ അനുഷ്ഠിതമായ ഒരു ഹൈടെക് നഗരമാണ്. സാധാരണ സ്മാർട്ട് സിറ്റികളിൽ നിന്നും വ്യത്യസ്തമായ നഗരങ്ങളിലെ ഓരോ കെട്ടിടവും റോഡും ഭൂമിക്ക് മുകളിലും താഴെയുമായി കൃത്യമായി ആസൂത്രണം ചെയ്ത് നിർമ്മിക്കുകയാണ്. വാഹന ഗതാഗതത്തിന്റെ ഭൂരിഭാഗവും ഭൂമിക്കടിയിലൂടെയാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ഭൂമിക്ക് മുകളിൽ ധാരാളം മരങ്ങളും പൂത്തോട്ടങ്ങളും ഒരുക്കി പ്രകൃതി സൗന്ദര്യമായ ഒരു ജീവിത സാഹചര്യം ഒരുക്കാൻ സഹായിക്കുന്നു. സവേവുകൾ, അതിവേഗ റെയിൽവേ ട്രാക്കുകൾ, ജലസംഭരണികൾ, വൈദ്യുതി ഉൽപ്പാദനം, 5G കണക്റ്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഈ നഗരത്തിലുണ്ട്. ട്രാഫിക് നിയന്ത്രിക്കാൻ പോലും സ്മാർട്ട് സാങ്കേതിക വിദ്യകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിരവധി ഓട്ടോമാറ്റിക് സെൻസറുകളും ഉപയോഗിച്ച് വാഹനങ്ങളെ നിയന്ത്രിച്ച് ട്രാഫിക് ജാം ഇല്ലാതെ ഒരു നഗരമായി ഇത് അതിവേഗം നിർമ്മിക്കുന്നു. ഈ നഗരത്തിന്റെ ഭാഗമായ സിയോഗൻ സ്റ്റേഷൻ ഒരു അത്ഭുതമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹൈ സ്പീഡ് റെയിൽവേ സ്റ്റേഷനും അവിടെയുണ്ട്. ഇതിനെ നിർമ്മിക്കാൻ 60,000 ടൺ സ്റ്റീൽ ഉപയോഗിച്ച് 2018 ഡിസംബർ നിർമ്മാണം ആരംഭിച്ച ഈ സ്റ്റേഷൻ വെറും 2 വർഷത്തിനുള്ളിൽ 2020 ഡിസംബറിൽ പൂർത്തിയാക്കി ലോകത്തെ ഞെട്ടിച്ചു. സൗത്ത് നോർത്ത് വാട്ടർ ട്രാൻസ്ഫർ പ്രോജക്റ്റ് ചൈന റെയിൽവേ ഗതാഗതം മാത്രമല്ല ജലഗതാഗതത്തിലും മുന്നിലാണ്. ജലസമ്പത്ത് കൂടാനുള്ള തെക്കൻ ചൈനയിൽ നിന്ന് ജലക്ഷാമം നേരിടുന്ന വടക്കൻ ചൈനയിലെ വെള്ളമെത്തിക്കാൻ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പ്രോജക്റ്റ് ചൈന ആസൂത്രണം ചെയ്യുന്നു. സൗത്ത് നോർത്ത് വാട്ടർ ട്രാൻസ്ഫർ പ്രോജക്റ്റ് എന്ന പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിക്ക് 10 ലക്ഷം കോടി രൂപയാണ് ചെലവഴിച്ചത്. ജലസമ്പത്ത് കൂടാനുള്ള തെക്കൻ ചൈനയിൽ നിന്ന് 3 കനാലുകളിലൂടെ വടക്കൻ ചൈനയിലേക്ക് വെള്ളം എത്തിക്കുന്നത് എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി 4350 കിലോമീറ്റർ നീളമുള്ള കനാലുകൾ നിർമ്മിക്കേണ്ടി വന്നു. താഴ്പ്രദേശത്ത് നിന്ന് വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്യാൻ നൂറുകണക്കിന് പമ്പൻ സ്റ്റേഷനുകൾ, റിസർവറുകൾ, തുരങ്കങ്ങൾ എന്നിവ നിർമ്മിക്കേണ്ടി വന്നു. 4 ലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കുകയും വന്നു. ഇപ്പോൾ ഓരോ വർഷം 10 മില്യൺ ക്യൂബ് മീറ്റർ വെള്ളം വടക്കൻ ചൈനയിലെ പ്രധാന നഗരങ്ങളിലെ ബെൽജിയൻ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും എത്തിക്കുന്നു. ഈ കനാലുകൾ ചില പ്രദേശ നദികൾക്ക് താഴെക്കൂടിയും ചില പ്രദേശ നദികൾക്ക് മുകളിൽ കൂടെയും കടന്നുപോകുന്നു. കഴിഞ്ഞ 10 വർഷമായി ഈ കനാലുകൾ തെക്കൻ ചൈനയിൽ നിന്ന് വടക്കൻ ചൈനയിലെ 44 നഗരങ്ങളിലേക്ക് വെള്ളം എത്തിച്ച് 17 കോടി ജനങ്ങളുടെ ജല ആവശ്യങ്ങൾ നിറവേറ്റുന്നു. സിച്വാൻ ടിബറ്റ് റെയിൽവേ ചൈനയിലെ റെയിൽവേ ശൃംഖല വർഷം തോറും വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സിച്വാൻ ടിബറ്റ് റെയിൽവേ നിർമ്മാണം നിരവധി വെല്ലുവിളികൾ അതിജീവിച്ചാണ് പൂർത്തിയാക്കിയത്. ഈ റെയിൽവേ മാർഗം മഞ്ഞുപാളികൾ, ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങൾ, ഉയരമുള്ള പർവ്വതങ്ങൾ എന്നിവയിലൂടെയാണ് കടന്നുപോകുന്നത്. 14 ഫോർട്ട് ലൈനുകളുടെയും നിരവധി മഞ്ഞുപാളികളുടെയും കടന്നുപോകുന്നതിനാൽ ഇത് നിർമ്മിക്കുമ്പോൾ എഞ്ചിനീയർമാർക്ക് ഉയർന്ന ഉയരം, തണുപ്പ്, താപനില, മഞ്ഞുവീഴ്ച, മണ്ണിടിച്ചിൽ, ഭൂകമ്പങ്ങൾ തുടങ്ങിയ നിരവധി വെല്ലുവിളികളെ നേരിടേണ്ടി വന്നു. ഈ റെയിൽവേയുടെ ചില ഭാഗങ്ങൾ സമുദ്രത്തിൽ നിന്നും 4000 മീറ്ററിലധികം ഉയരത്തിലാണ്. പർവ്വതങ്ങൾ തുരന്ന് തുരങ്കങ്ങൾ നിർമ്മിക്കുന്ന സമയമെടുക്കുന്ന ജോലിയാണ്. ചില തുരങ്കങ്ങൾ 5 വർഷത്തിലധികം സമയമെടുത്ത്. എന്നാൽ ഇത് പൂർത്തിയാക്കാൻ ശേഷം 36 മണിക്കൂർ യാത്രാ സമയം, 13 മണിക്കൂർ താഴ്ക്കുറവും പറയുന്നു. ചൈനയുടെ വേഗതയേറിയ നിർമ്മാണങ്ങൾ ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൻപൻ മാത്രമല്ല വളരെ വേഗതയേറിയതുമാണ്. ചൈനയിലെ അതിവേഗ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് ഹനുമാനിലെ 57 നിലകളുള്ള കെട്ടിടം. മിനി സ്കൈ സിറ്റി എന്നു പേരുള്ള 57 നിലകളുള്ള കെട്ടിടം ചൈന വെറും 19 ദിവസത്തിനുള്ളിൽ നിർമ്മിച്ചു. ഫാബ്രിക്കേഷൻ സാങ്കേതിക ഉപയോഗിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. ഈ രീതിയിൽ കെട്ടിടം ഫാക്ടറിയിൽ വെച്ച് വെവ്വേറെ ഭാഗങ്ങളായി നിർമ്മിക്കുകയും നിർമ്മാണം നടത്തേണ്ട സ്ഥാനത്ത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. നിർമ്മാണ സമയം കുറയ്ക്കാൻ ഈ രീതി വളരെയധികം സഹായിക്കുന്നു. 200 മീറ്റർ ഉയരമുള്ള ഈ കെട്ടിടത്തിന്റെ ഫ്ലോർ ഏരിയ 1,80,000 ചതുരശ്ര മീറ്ററാണ്. മൊത്തം കെട്ടിടവും 2736 കഷ്ണങ്ങളായി വിഭജിക്കപ്പെടുകയും 90% കഷ്ണങ്ങളായി ഫാക്ടറി നിർമ്മിച്ച നിർമ്മാണ സ്ഥലത്ത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കൂട്ടിച്ചേർത്ത് നിർമ്മിച്ചതിനാൽ ഒരു ദിവസം 3 നിലകളിൽ നിന്ന് ഔഷീസ്യമായ വേഗത്തിൽ ജോലികൾ പൂർത്തിയാക്കി. വേഗത്തിൽ നിർമ്മിക്കുന്നതിനാൽ കെട്ടിടത്തിന് സുരക്ഷിത ഉണ്ടെങ്കിൽ പലരും കരുതുമെങ്കിലും ചൈനയിൽ നിർമ്മിച്ച പല കെട്ടിടങ്ങളിലും റിസ്ക് സ്കെയിൽ ഭൂകമ്പങ്ങൾ പോലും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ചൈനയുടെ വേഗത മാത്രമല്ല അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ സുരക്ഷിതയും കാണിക്കുന്നു. ചൈനയുടെ അന്താരാഷ്ട്ര നിർമ്മാണ പങ്കാളിത്തം ചൈന സ്വന്തം രാജ്യത്തിന് മാത്രമല്ല മറ്റു പല രാജ്യങ്ങളെയും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ആഫ്രിക്കയിലെ കെനിയയിലുള്ള ചൈന നിർമ്മിച്ച 3ാമത്തെ റെയിൽവേ ട്രാക്ക് അതിലൊന്നാണ്. റെയിൽവേ ട്രാക്ക് മുമ്പ് റെയിൽവേ ട്രെയിനുകൾ കാണാതെ പല ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്നു. ഈ റെയിൽവേ ട്രാക്ക് പല വംശീയ വിഭാഗങ്ങളെയും ഒരുമിക്കുന്നതിന് കെനിയ ജനത സന്തോഷിപ്പിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച്
ചൈന കെനിയെ എന്താണ് സഹായിക്കുന്നതെന്ന് സംശയം നമുക്ക് വരാം. എന്നാൽ ഇതുവരെ ചൈനയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഒരു തെറ്റായ ഉദ്ദേശമില്ല എന്ന് തെളിയിക്കപ്പെടുന്നില്ല. മിഡിൽ ഈസ്റ്റ് ദുബായിലെ ബുർജ് ഖലീഫയും സൗത്ത് അറേബ്യയിലെ മെട്രോ സിറ്റിയും ചൈന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. തെക്കുകിഴക്കൻ ഏഷ്യ നിർമ്മിച്ച ജഗാർദ ബുർഗ് അതിവേഗ റെയിൽവേ ട്രാക്ക് പല രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചൈന രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ഇപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ബലാപ്പൻ ജിയാബുഗ് ബ്രിഡ്ജ് ഈ ചൈനയിൽ ഇനിയും നിരവധി നിർമ്മാണ അത്ഭുതങ്ങളിൽ ഒന്നാണ് ബയാപ്പൻ ജിയാഡ് ബ്രിഡ്ജ്. ഇത് ചൈനയിൽ മാത്രമല്ല ലോകത്തിൽ പല നിർമ്മാണ എഞ്ചിനീയർമാരുടെ മാസ്റ്റർ പീസ് കാണിക്കുന്നു. ഇത് നിർമ്മിച്ച് താഴ്വരയിലെ താൽപ്പറമ്പിൽ നിന്ന് ഏകദേശം 2051 അടി ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയിലെ പ്രശസ്തരായ ഗോൾഗേറ്റ് പാലത്തിനേക്കാൾ 9 മടങ്ങ് ഉയരവും ഇനാഫ് ടവറിനേക്കാൾ 2 ഇനാഫ് ടവറുകളുടെ ഉയരവുമാണ്. എഞ്ചിനീയർമാരുടെ കഴിവ് ഈ ഒരു പാലം കണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പ്രവർത്തനമാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലങ്ങളിൽ ഒന്നായിരിക്കും. പാലത്തിന്റെ നീളം 4658 അടിയാണ്. ഇത് ലോക റെക്കോർഡ് സ്ഥാപിച്ചു UK ഹബാൻ പാലത്തിനേക്കാൾ 32 അടി കൂടുതലാണ്. ഇതൊരു സ്റ്റീൽ സെഡ് സസ്പെൻഡ് ഘടനയുള്ള പാലമാണ്. മൊത്തം സ്റ്റീൽ സെഡിന്റെ ഭാരം 22,000 ടണ്ണാണ്. ഇത്രയും കൈകാര്യം ചെയ്യുന്നത് എളുപ്പമല്ല കാര്യമല്ല. എന്നിട്ട് 2 മാസത്തിനുള്ളിൽ എല്ലാ ഭാഗങ്ങളും കൃത്യമായി സ്ഥാപിച്ച് ചൈനയുടെ അതിവേഗ പാലം നിർമ്മാണത്തിനുള്ള ഒരു പുതിയ നാഴികക്കല്ലായി ഇത് കണക്കാക്കുന്നു. ഈ പദ്ധതിക്ക് ഏകദേശം 2438 കോടി ഇന്ത്യൻ രൂപ ചെലവായി എന്ന് പറയപ്പെടുന്നു. ഇതൊരു സാധാരണ പാലമായി നിർമ്മിക്കാതെ ഇത് ഒരു സെൻസർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഈ സെൻസറുകൾ പാലത്തിന്റെ ബലം തുടർച്ചയായി നിരീക്ഷിച്ച് വിവരങ്ങൾ അയച്ചുകൊണ്ടിരിക്കും. ഇത് ശരിയായ സ്ഥലത്ത് ശരിയായ അറ്റകുറ്റപ്പണികൾ നടത്തി പാലത്തിന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ബഹൈതാൻ ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഒരു രാജ്യത്തിന് എന്ത് നേടാൻ കഴിയുമെന്ന് കാണിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ്. ഈ ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് പറയുന്നത്. 1,60,00,000 കിലോ-വോൾട്ട് വൈദ്യുതി ഉൽപാദനം ശേഷിയുള്ള ഒരു വലിയ നിലയമാണ് ഇത്. ഇതിൽ 16 ടർബൈൻ ജനറേറ്റർ യൂണിറ്റുകൾ ഉണ്ട്. ഓരോന്നിനും 10,00,000 കിലോ-വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഓരോ യൂണിറ്റിലും ടറയുടെ ഭാരം 338 ടൺ വരെയാണ്. ഈ ഹൈഡ്രോ പവർ സ്റ്റേഷൻ വഴി വർഷം തോറും 4.8 കോടി ടൺ കൽക്കരി ഉപയോഗിക്കുകയും കുറയ്ക്കുകയും ചെയ്യും. ഇതുവഴി വർഷം തോറും 13 കോടി ടൺ കാർബൺ ഡയോക്സൈഡ് പുറത്ത് തള്ളുന്നത് തടയാൻ കഴിയും. ഇത്രയും കാർബൺ ഡയോക്സൈഡ് കുറയുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷം എത്രത്തോളം മെച്ചപ്പെടുമെന്ന് സങ്കല്പിച്ചു നോക്കൂ. അതുകൊണ്ട് ഇതിന് ഭൂമിയുടെ ശ്വാസകോശം എന്ന് പറയുന്നു. ചൈനയിൽ ഇത് കൂടാതെ ഇനിയും നിരവധി എഞ്ചിനീയർമാരുടെ അത്ഭുതങ്ങളുണ്ട്. അമേരിക്കയിൽ പോലും സൂപ്പർ പവർ പോലെ ഇങ്ങനെയുള്ള പവർ സ്റ്റേഷൻ നിർമ്മിക്കാൻ 50 വർഷത്തിലധികം എടുക്കും. ഉദാഹരണത്തിന് കൊറോണ സമയത്ത് ചൈന ഒരു മുഴുവൻ ആശുപത്രിയും 2 ആഴ്ചയ്ക്കുള്ളിൽ നിർമ്മിച്ചു. മറ്റെന്തെങ്കിലും രാജ്യത്തിന് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലിനെ